ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ക്ലോസറ്റാണ് വെക്കുന്നതെന്ന് സംശയം ഉണ്ടാവാറുണ്ട്. അതായത് നിലത്ത് ഉറപ്പിക്കുന്ന ഫ്ലോർ മൗണ്ടർ വേണോ, ഭിത്തിയിൽ ഉറപ്പിക്കുന്ന വാൾ ഹാങ്ങിങ് വേണോ, ഏതാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഏതാണ് കൂടുതൽ സേഫ്റ്റി എന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ കാണുന്നത് ഫ്ലോർ മൗണ്ടറാണ്, നിലത്ത് ഉറപ്പിക്കുന്ന ക്ലോസറ്റാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് നിലത്ത് ഉറപ്പിക്കുന്ന ക്ലോസറ്റ് തന്നെയാണ് ഏറ്റവും സ്ട്രോങ്. കാരണം എത്ര വെയിറ്റുള്ള ആളാണെങ്കിലും, അതായത് ചെറുപ്രായം തൊട്ടാണെങ്കിലും വലിയ ടൈപ്പ് ആളുകളാണെങ്കിലും വയസ്സായ ആളുകളാണെങ്കിലും അത്രയും ആളുകൾക്കാണെങ്കിലും വളരെ സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ക്ലോസറ്റുകളൊന്നാണ് നിലത്ത് ഉറപ്പിക്കുന്ന ഫ്ലോർ മൗണ്ടർ ക്ലോസറ്റുകൾ. അത് ഉറപ്പിക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന കറക്റ്റ് ആ ബോൾട്ട് കാര്യങ്ങൾ, കമ്പനി തരുന്ന ബോൾട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കമ്പനി തരുന്ന ബോൾട്ട് SS ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ജസ്റ്റ് നിങ്ങളത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് വരുന്ന രണ്ട് ബോൾട്ട് ഇടാനുള്ള രണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നോക്കുന്നില്ല. അതായത് അതിൻ്റെ അകത്തേക്ക് വരുന്ന രണ്ട് ബോൾട്ടുകൾ, അതായത് നമുക്ക് ഇതിൻ്റെ കനം വരുന്നുണ്ട്, ക്ലോസറ്റിൻ്റെ കനം ഏകദേശം ഒരു 2 ഇഞ്ചോളം അതിൻ്റെ ഫ്രെയിം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കമ്പനി തരുന്നത് 3 ഇഞ്ചിൻ്റെയൊക്കെ ആയിരിക്കും. നമുക്ക് ഏറ്റവും നല്ലത് SS ആണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സ്ക്രൂ കൊടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. 4 ഇഞ്ച് 10 ഇഞ്ചിൻ്റെ ഫിഷർ അടിച്ചതിന് ശേഷം 10 mm ഫിഷർ അടിച്ചതിന് ശേഷം അതിലേക്ക് 4 ഇഞ്ച് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരനക്കം ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന ഏറ്റവും താഴത്തെ ആ താഴത്ത് ഉറച്ചിരിക്കുന്ന ഏരിയകളിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് പുട്ടി കൊടുക്കാം, അതായത് നമ്മൾ ടൈലിൽ ഉപയോഗിക്കുന്ന ഫില്ലർ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് വൈറ്റ് സിമെൻറ്റ് കൊടുത്താൽ സ്ട്രോങ് ആയിട്ട് ഇളക്കമില്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ, ഒട്ടും ഇളകാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉറപ്പിച്ചെടുക്കാനും സാധിക്കും. പിന്നെ ഇതാണ് ഇതിൻ്റെ മോഡ്യൂൾ വരുന്നത്. ഇതിൻ്റെ മുകളിൽ വരുന്ന പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ, അതായത് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ അകത്ത് 2 ഓപ്ഷനാണുള്ളത്, ഒന്ന് കുറച്ച് വെള്ളം വരുന്നതിനും ഒന്ന് കൂടുതൽ വെള്ളം വരുന്നതിനും. അത് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന സ്വിച്ച് വരുന്നത് ഈ പറയുന്ന മോഡ്യൂളിലാണ് വരുന്നത്, അതായത് എൻ്റെ സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. ഈ മോഡ്യൂളിലേക്കുമാണ് 2 പുഷ് ബട്ടണിലേക്കാണ് വരുന്നത്. അപ്പോൾ കണ്ടോ, വലുതായിട്ട് ഫുൾ റൗണ്ട് കാണിച്ചിരിക്കുന്നത് ഫുൾ വെള്ളവും, ഹാഫ് കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഹാഫ് എംബ്ലം കാണിച്ചിരിക്കുന്നത് പകുതി വെള്ളവും. അതായത് കുറച്ച് വെള്ളവും കൂടുതൽ വെള്ളവും വരുന്നതിന് രീതിയിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. പിന്നെ ഇതാണ് ഇതിൻ്റെ വാൽവ് വരുന്നത്, ഫ്ലോട്ട് വാൽവ് വരുന്നത്. അതിൻ്റെ വെള്ളം കയറി വരുന്ന സമയത്ത് ആ ഫ്ലോട്ട് വാൽവ് പൊങ്ങി വരുന്ന ഒരു സ്റ്റെപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുൾ ക്ലോസ് ആവുന്നു. അത് ക്ലോസ് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ക്ലോസറ്റിലേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, അത് കംപ്ലൈൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കരടോ കാര്യങ്ങളോ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നീക്കം ചെയ്യുക, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് വരുന്ന ആ മെറ്റീരിയൽ നമുക്ക് മാറാൻ കിട്ടും. എല്ലാ മെറ്റീരിയൽസും നമുക്ക് ഇതിൽ നിന്ന് എല്ലാ ഫിറ്റിങ്സും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ വാൾ ഹാങ്, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഫ്ലോർ മൗണ്ടറാണ് വരുന്നത്, അതായത് നിലത്ത് ഉറപ്പിക്കുന്നത്. വാൾ ഹാങ്ങിങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഭിത്തിയിൽ തൂക്കിയിടുന്ന സിസ്റ്റമാണ് വരുന്നത്. അത് ഭിത്തിയിൽ എത്ര വെയിറ്റുള്ള ക്ലോസറ്റ് ആണെങ്കിലും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഫിഷർ ചെയ്ത് അതിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എത്രത്തോളം വെയിറ്റ് താങ്ങുമെന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം അത്യാവശ്യം വെയിറ്റുള്ള ആളുകൾ വന്നിട്ട് സ്ലോവിൽ ഇരുന്നാൽ പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഒറ്റ ഇരിപ്പാണ് അതുമേൽ ഇരിക്കണമെങ്കിൽ, അത് വരുന്ന അതേ ലെവലിൽ തന്നെ ഒറ്റ ഇരിപ്പായി ഇരിക്കണമെങ്കിൽ അത് ചെറിയ സ്ക്രാച്ച് വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ക്ലോസറ്റിൻ്റെ MRP കാര്യങ്ങളാണ് ഈ വരുന്നത്. എന്നാൽ ഇത്ര റേറ്റ് വരുന്നതല്ല, MRP കൊടുത്തിരിക്കുന്നതെന്നുള്ളൂ. ഇതിനേലും കുറച്ച് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ബാത്തെക്സ് എന്ന കമ്പനിയുടെയാണ് നമ്മളിപ്പോൾ ഈ വെച്ചിരിക്കുന്ന ക്ലോസറ്റ്. അതുമാത്രമല്ല, ഇത് ഭിത്തിയിൽ നിന്നുള്ള അകലം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, 220 mm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭിത്തിയിൽ നിന്നും ഇതിൻ്റെ ഔട്ട് വരുന്ന 4 ഇഞ്ച് പൈപ്പിൻ്റെ സെൻറ്റർ വരുന്നത് 220 mm ആണ് വരുന്നത്. അപ്പോൾ 220 എന്ന് പറയുമ്പോൾ 22 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സെൻറ്റർ വരുന്നത്. അപ്പോൾ ഫ്ലോർ മൗണ്ടർ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സേഫ്റ്റി, ഏറ്റവും നല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സേഫ്റ്റി ഫ്ലോർ മൗണ്ടർ തന്നെയാണ്. വാൾ ഹാങ്ങിങ് അത്രത്തോളം സേഫ്റ്റി ആയിരിക്കുമെന്ന് എനിക്ക് ചെറിയൊരു അഭിപ്രായക്കുറവുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. അതായത് അത്രയും സ്ട്രോങ് ഉള്ള ആളുകൾ വന്ന് ഒറ്റ ഇരിപ്പ് നമ്മൾ ആ ക്ലോസറ്റിൽ ഇരിക്കുന്ന സമയത്ത് അതിൽ സ്ക്രാച്ചസ് വരാനും ഭാവിയിൽ പതുക്കെ അത് സ്ക്രാച്ച് വന്ന് പൊട്ടി നിലത്ത് വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഇത് നമുക്ക് ഒരിക്കലും അങ്ങനത്തെ യാതൊരു പ്രശ്നം വരുന്നില്ല. ധൈര്യമായിട്ട് ക്ലോസറ്റിന് യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് വർഷങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നന്നായിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നമ്മൾ പുട്ടിയും കാര്യങ്ങളെല്ലാം ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റും വരുന്നതല്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏതാണ് ക്ലോസറ്റ് കൂടുതൽ സേഫ്റ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room,
damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't